എല്ലാവർക്കും നമസ്കാരം. മരണം എന്ന് പറയുന്ന ആ പരമാർത്ഥം അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. പലപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ കൂടെ നിന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സമയത്ത് നമ്മിൽ നിന്നും പറന്നകന്നു പോകുന്നത് സഹിക്കാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല. വളരെ നാളുകൾക്ക് ശേഷം വളരെ വൈകാരികമായ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന വൈകാരിക നിമിഷങ്ങൾ കണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു പോലീസ് വണ്ടി ഇടിച്ച് അകാലത്തിൽ മരണപ്പെട്ട പീണിക്കപ്പറമ്പിൽ രാജുചേട്ടൻ്റെ മകൻ ജുബിൻ്റെ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുത്തത്. അപ്പച്ചൻ രാജുചേട്ടൻ്റെയും അമ്മ ബീന ചേച്ചിയുടെയും സഹോദരിയുടെയും ഒക്കെ തന്നെ വിഷമത്തെ അല്ലെങ്കിൽ അവരുടെ വേദനയെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന നാട്ടുകാരും വീട്ടുകാരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും ജുബിനെ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയ അവൻ്റെ സുഹൃത്തുക്കളടങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഇങ്ങനെ വൈകാര്യമായി നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അത്തരത്തിലുള്ള ഒരു സംഗതി. ഞാൻ ആ പയ്യൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേ വിളരാൻ കൊതിച്ച് നിൽക്കുന്ന ഒരു പൂമുട്ട് അതിങ്ങനെ കൂമ്പിപ്പോയ മാതിരിയുള്ള ഒരവസ്ഥയാണ് നമുക്ക് തോന്നിയത്. എന്തൊരു ദുരവസ്ഥയാണ് ഈ സംഭവം. ജുബിൻ്റെ മൃതദേഹം വീട്ടിൽ നിന്നെടുത്ത് ആംബുലൻസിലേക്ക് വെക്കുന്ന ഒരു രംഗം നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അതിനുശേഷം ആളൂർ പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ റോസാപ്പൂക്കളുമായി ജുബിന് അന്ത്യോപചാരം അർപ്പിക്കാൻ CLCയുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും ജുബിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നിര അവിടെ ആ പള്ളിയുടെ ഇരുവശങ്ങളിലായിട്ട് ഇങ്ങനെ റോസാപ്പൂവും പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ തങ്ങളുടെ സുഹൃത്തിന് മരണത്തിലും ഒരുപാട് പേരെ ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവയവദാനങ്ങൾ ചെയ്ത പ്രിയപ്പെട്ട ജുബിനെ ചേർത്ത് നിർത്തിയാണ് ആളൂർ ജനത യാത്രയാക്കിയത്. വളരെ വൈകാരികമായ നിമിഷങ്ങൾ. തീർച്ചയായിട്ടും എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ബോധ്യങ്ങളും നിലപാടുകളുണ്ട്. അതിൽ ഞാൻ ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കണല്ലേ. പറയേണ്ട സംഗതികൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം, അല്ലേ എന്ന് ഞാൻ പറയാൻ കാരണം 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ തൻ്റെ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കച്ചവടക്കാരെ കണ്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ശിരീരി സ്തോത്രം സ്തോത്രം എന്നല്ല പറയാൻ പോയെ, ചാട്ടവാറെടുത്ത് ഓടിച്ചു, അല്ലേ? അതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്ന സംഭവം. എന്ന് പറഞ്ഞ പോലെ ഈ മരണസമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നത് ഈ പയ്യൻ ഇപ്പോൾ ഇങ്ങനെ മരിച്ചു പോകേണ്ട ഒരാളായിരുന്നു. അതുപോലെ ആശുപത്രിയിൽ കിടക്കുന്ന ആ തയ്യിൽ പ്രദീപ് എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ മകനും അനന്തകൃഷ്ണൻ, അവനും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കേണ്ട ആളുകളായിരുന്നോ? മാവുമേന്ന് വീണല്ലല്ലോ ജുബി മരിച്ചത്, പ്ലാവുമേന്ന് വീണല്ലല്ലോ അനന്തകൃഷ്ണൻ ആശുപത്രി കിടക്കണത്. പോലീസ് വണ്ടി വേഗത്തിൽ വന്ന് ഇടിച്ച്, അത് ശ്രീജിത്ത് എലിഞ്ഞപ്ര കോടശ്ശേരി എലിഞ്ഞപ്ര സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ഡ്രൈവർ, അയാൾ ഓടിച്ച വാഹനമാണ് ഈ ചെറുപ്പക്കാരെ ഇടിച്ച് തെറിപ്പിച്ചിട്ടത്. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും അഡ്രസ്സ് ചെയ്തോ പ്രിയപ്പെട്ടവരെ? മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നു. എന്താണെന്നറിയോ? ഓർഗൻസ്, അവയവങ്ങൾ ദാനം ചെയ്ത ജുബിൻ തീർച്ചയായിട്ടും അനശ്വരമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രായത്തിൽ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി മാത്രം വരേണ്ട ഒരാളായിരുന്നോ ഈ ജുബിനും? അതുപോലെ ഇപ്പോൾ അത്യാസന്ന നിലയിൽ കിടക്കുന്ന പ്രതി അനന്തകൃഷ്ണനൊക്കെ എങ്ങനെയാണ് ഈ സ്ഥിതിയിലെത്തിയത്? അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് എന്തോ മാധ്യമങ്ങൾക്കും ചാനലുകാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കുടുംബത്തിന് കിട്ടേണ്ട നീതിയെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചോന്ന്? ആരും സംസാരിക്കണം, ഒക്കെ മിണുങ്ങാണ്. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നൊരു മോൺസിഞ്ഞോർ അച്ഛനായിരുന്നു വന്ന് മൃതസംസ്കാര പ്രസംഗം നടത്തിയത്. ഞാനത് വളരെയധികം കേട്ടു. ആ കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കവിടെ തോന്നിയൊരു സംഭവമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ, ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ആലയത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ കച്ചവടക്കാരെ കണ്ടപ്പോൾ ചെയ്ത പരിപാടി എന്തായാലും ചാട്ടവാറ് ധരിച്ചു. നീതിക്ക് വേണ്ടി ഒരു ശബ്ദമായിരുന്നു. ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചത് നീതി എന്ന് പറയുന്ന വാക്കായിരുന്നു. അതാണ് അഷ്ടസൗഭാഗ്യങ്ങളിൽ നീതി എന്ന വാക്ക് ആവർത്തിക്കുന്നത്. 7 സൗഭാഗ്യമുള്ളൂ, 8ാമത്തെ ഒരെണ്ണം ആവർത്തിക്കുന്നതാണ്. നിങ്ങൾ ബൈബിൾ വായിച്ച് ചോദിക്കുമോ? അപ്പോൾ ഈ മോൺസിഞ്ഞോറച്ച, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ പയ്യൻ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ ജുബിൻ, അവൻ ഇങ്ങനെ അകാലത്തിൽ പെയ്തു പോകേണ്ടതായിരുന്നില്ല, പറന്നു പോകേണ്ടതായിരുന്നില്ല. അവന് നീതി കിട്ടണം. ഒരു ക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെക്കേണ്ട സംഭവമാണ് നീതി, ജസ്റ്റിസ് എന്ന വാക്ക്. അത് ക്രിസ്തുവിൻ്റെ അഭിഷക്തരായാലും ചേർത്ത് പിടിക്കണം. എന്താ ഈ വിഷയം ഒന്നും അഡ്രസ്സ് ചെയ്യണില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത്, പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പ്രാർത്ഥനാ സമയത്ത് ഒന്ന് സല്യൂട്ട് ചെയ്യുന്നു കണ്ടു. അത് വേറൊരു സംഭവമുണ്ട്. ഈ പ്രാർത്ഥനാ സമയത്ത് ഒന്ന് സല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല. എന്തിനാണ് നിങ്ങളവിടെ ഒന്ന് സല്യൂട്ട് ചെയ്ത്? എനിക്കറിയില്ല. ഇത് ഇടിച്ചിട്ട് ഒരാളെ മരണത്തിലേക്കും മറ്റൊരാളെ മൃതാവസ്ഥയിലാക്കി അതിനുള്ള സല്യൂട്ടാണോ കൊടുത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാനിതൊക്കെ ചോദിക്കും. എന്നെ ആരെങ്കിലും അടുത്ത അവസരത്തിൽ നിങ്ങൾ കാണാട്ടോ, ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട് ഞാൻ ഏതെങ്കിലും ലോക്കപ്പിൽ കിടക്കണം നിങ്ങൾ കാണാമെന്ന്. ഇപ്പോൾ എൻ്റെ ഈ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കോ? എനിക്ക് വളരെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ എവിടെയെങ്കിലും പൊട്ടിക്കറിയണമെന്ന് തോന്നിയതാണ്. കാരണം ഈ പിള്ളേർ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളവർ, അവരുടെ ജിജ്ഞാസ നിറഞ്ഞ ലോകത്തേക്ക് അവർ നടന്നെടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. 2 പേര് ഇടിച്ച് കളഞ്ഞില്ലേ? എന്നിട്ട് എന്താണ് ഇവിടെയുള്ള ആളുകൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ട്? ഇപ്പോൾ വേറൊരു സംഭവം ഞാൻ പറയാം. അത്യാസന്ന നിലയിൽ കിടക്കുന്ന പ്രദീപേണ്ട മകൻ അനന്തകൃഷ്ണൻ എത്ര രൂപ ചിലവായെന്നറിയോ? ലക്ഷങ്ങൾ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നില്ല. ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്തുകൂടെന്ന് എന്താ ചെയ്യാത്ത? ഇവർ ഓരോരുത്തരിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. MLA ഡയലോഗ് അടിക്കുന്നുണ്ട്, ഉടനെ നമുക്ക് സാമ്പത്തികം അത് ചെയ്തു തരുന്നതായിരിക്കും. ഏത് ജുബിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഈ ജുബിൻ്റെ കുടുംബത്തിന് ഈ പൈസ ഒന്നും വേണ്ട, പൈസ വേണമെങ്കിൽ അങ്ങോട്ട് തരാം, നീതി കൊടുക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കൂ എന്ന് ഒരാളതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്കൊരു ബിഗ് സല്യൂട്ട്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സന്ദർശനം ഇതൊക്കെ നടത്തണല്ലേ? ഈ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എവിടെയെങ്കിലും ഈ പിള്ളേരെ പരാമർശിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനം എഴുതിയിട്ടുണ്ടോ? നിങ്ങളുടെ പോലീസാണ് ഇവരിടിച്ചിട്ടത്, അതെന്ത് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ?
ചികിത്സാ ചെലവ് നിങ്ങളാണ് കൊടുക്കേണ്ടത്. അത് എത്രയും പെട്ടെന്ന്. ആ കുടുംബം ആകെ അസ്വസ്ഥതയിലാണ്. മനസ്സിലായിട്ടുണ്ടോ? ആരാണ് ഇത് പറയേണ്ടത്? ഞാൻ ആളൂർ ജനതയോട് ചോദിച്ച ചോദ്യമാണ്. ഇപ്പം നാളെ DYFIയുടെയും SFIയുടെയും ഒക്കെ കൂടിയിട്ട് വന്ന് ഒരു മാർച്ച് നടക്കുന്നുണ്ട് ആളൂർ പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെയല്ല അവരെ സംഘടന ചെയ്യുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന്, നിങ്ങളുടെ പഞ്ചായത്തിലെ 2 കുട്ടികളല്ലേ ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്തിച്ചത്, നിങ്ങളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നടത്തേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇത്തരം വിഷയങ്ങൾ ഇടപെടാൻ പറ്റാത്തത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാണെന്ന്. ഞാൻ ഒന്നും കൂടി പറയാം, ഈ ഭരണ സംവിധാനം ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടും. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്താണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത് ചെയ്യുക. ഒരു കുടുംബം അവിടെ വലിയ ബുദ്ധിമുട്ടാണ്. ആ തയ്യിൽ പ്രതിഭേണ്ട കുടുംബം ഒരു പയ്യൻ മണ്ണിൻ്റെ അടിയിലായി. എന്നിട്ട് ഒരു സംഗതിയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കാണാനില്ല. ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? മനസ്സിലായണ്ട? ഇതാണ് സത്യസന്ധമായ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലർക്കും ഭയങ്കര അസ്വസ്ഥത വരും. എനിക്ക് മോൺസിഞ്ഞോർ അച്ഛനോട് ഞാൻ ഇപ്പോഴും പറയുന്നത് അതാണെന്ന്. അച്ഛൻ നമ്മൾ സംസാരിക്കണം, നമ്മൾ നീതിയെക്കുറിച്ച് സംസാരിക്കണമെന്ന്. നീതിബോധത്തോടുകൂടി നമ്മൾ സംസാരിക്കണം. രൂപതയിൽ KCYM CLC അങ്ങനെ എന്തോരം സംഘടനകളുണ്ട്. എന്തേ നമുക്കൊന്നും ശബ്ദം ഉയർത്താൻ പറ്റാത്തത്? അല്ല, എന്തേ പറ്റാത്തത്? ഞാൻ ഈ നിമിഷം ഓർക്കുന്നത് ആ കുടുംബത്തെ തന്നെയാണ്. നമ്മുടെ അനശ്വരനായ ഗാനരചയിതാവ് ബിച്ചു തിരുമല ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ 1000 കണ്ണുമായി എന്ന് പറയുന്ന ഒരു പാട്ട് ആർക്കും പാടാം. വലിയ മ്യൂസിക്കൊന്നുമില്ല, ചെറിയ മ്യൂസിക്കുള്ളൂ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തെങ്കിളി, മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമെണ്ണിയിരുന്നു ഞാൻ. ഈ പാട്ട് ബിച്ചു തിരുമല എഴുതാനായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. അയാളുടെ ചെറുപ്പത്തിൽ അയാളുടെ കുഞ്ഞനുജൻ ബാലഗോപാലൻ ഒരു അസുഖം വന്ന് പെട്ടെന്ന് മരിക്കുകയാണ്. കുട്ടികളല്ലേ, കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ കുഞ്ഞനുജൻ പട്ട് പുറച്ച് കിടക്കണം. അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്ന കാരണമുണ്ട് അഗ്നിയിൽ ലയിപ്പിക്കാൻ പറ്റില്ല. പകരം കുഴിയെടുത്ത് അതിൽ സംസ്കരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സംസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ബിച്ചു തിരുമലയുടെ ചേട്ടൻ പറഞ്ഞ് ബാലഗോപാലൻ വരും, അവിടെ ഒരു ചെടി നട്ടിട്ടുണ്ട്, ആ ചെടി മുളച്ച് ബാലഗോപാലൻ വരും. ആ ബാലഗോപാലിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ബിച്ചു തിരുമല എഴുതിയൊരു പാട്ടാണ്. തീർച്ചയായിട്ടും വരും, വരാതിരിക്കില്ല. ജുവിന് കിട്ടേണ്ട നീതി കിട്ടാതിരിക്കുമില്ല. അതിന് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം. നന്ദി, നമസ്കാരം.